ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 6 റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ റിജിഡ് ബോഡി എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. റിജിഡ് ബോഡി, അതുപോലെ തന്നെ മോഷൻ ഓഫ് റിജിഡ് ബോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ സെന്റർ ഓഫ് മാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിറ്റർമിനിങ് സെന്റർ ഓഫ് മാസ് ഓഫ് എ തിൻ റോഡ്, ഒരു തിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കാണാൻ നമുക്ക് പറയും. അതിനുശേഷം മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പം വേഗം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്താണ് റിജിഡ് ബോഡി? ഒരു റിജിഡ് ബോഡി എന്താന്ന് നമുക്ക് പറയാൻ പോകുന്നില്ലേ. സപ്പോസ് നമ്മളൊരു കല്ലെടുക്കാം. കല്ല് എന്ന് പറഞ്ഞ ഒരു റിജിഡ് ബോഡിക്ക് എക്സാമ്പിൾ ആണ്. കാരണം എന്താ, അതില് പാർട്ടിക്കിൾസ് എപ്പോഴും എന്താ ഒരു ഫിക്സഡ് ആണല്ലോ. ആ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യുക, ഒരു നല്ല ബോണ്ടിങ്ങിലായിരിക്കും. അതുകൊണ്ട് നല്ല ആയിക്കൊണ്ട് തന്നെ നല്ല എന്ത് ചെയ്യുക, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ പാർട്ടിക്കിളിന്റെ ലെങ്ത് എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കും. അതിന്റെ ലെങ്ത് എപ്പോഴും സെയിം ആയിട്ടിരിക്കും അല്ലെ, ഒരേ മാറിക്കും, അത് മാറൂല. അങ്ങനെയുള്ള ബോഡീസ് ആണ് റിജിഡ് ബോഡി പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ റിജിഡ് ബോഡി പറഞ്ഞാൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആണ്. റിജിഡ് ബോഡി പറഞ്ഞാൽ സോളിഡ് ഒബ്ജക്റ്റ് ആണ്. ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതെന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇതൊരു റിജിഡ് ബോഡിയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കുറെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതിന് 2 പാർട്ടിക്കിൾസിനെ മാത്രം വരയ്ക്കുന്നുള്ളൂ. ഇവിടെ 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവ എപ്പോഴും എന്ത് ചെയ്യുക, ഫിക്സ്ഡ് ആയിരിക്കും എന്നാ പറഞ്ഞത്. അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും, അവ മാറുന്നില്ല. അങ്ങനെയുള്ള ബോഡീസിനെ പറയുന്നതാണ് എന്ത് ചെയ്യുക, റിജിഡ് ബോഡി എന്ന് പറയാം. അപ്പോ സപ്പോസ് ഈ റിജിഡ് ബോഡിക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലോ, അതായത് ഇപ്പൊ സപ്പോസ് റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ റിജിഡ് ബോഡി എടുക്കൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇവിടുന്ന് ഫോഴ്സ് കൊടുത്തു, ഇവിടുന്ന് ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ചിലപ്പോൾ നല്ല പ്രഷറാണ്, റിജിഡ് ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിന് കൂടുതൽ എന്ത് ചെയ്യാം, പ്രഷറാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇപ്പൊ ഇത് 2 ഭാഗത്തും പ്രഷർ കൊടുത്തപ്പോ നമുക്കിത് ഇങ്ങനെ വരച്ചൂടെ, റിജിഡ് ബോഡിയുടെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവാം. ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിജിഡ് ലാർജ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അതായത് വി ആർ അപ്ലൈയിങ് ലാർജ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആൻ ബോഡി, ദാറ്റ് ബോഡി കംപ്രസ് ദിസ് ഷേപ്പ് അല്ലെ. അപ്പൊ ഷേപ്പിന് എന്ത് ചെയ്യാം, മാറ്റം ഉണ്ടാവും. അതായത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ കംപ്രസ് ആവും. അത് 2 ഭാഗത്തും കൊടുക്കുമ്പോൾ കംപ്രഷൻ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത്ര കാര്യമാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, മോഷൻസ് ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ മോഷൻസ് ഓഫ് റിജിഡ് ബോഡിയിലെ 3 ടൈപ്പ് മോഷൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ ആൻഡ് റോളിംഗ് മോഷൻ. അപ്പൊ ഈ മോഷന്റെ എന്തൊക്കെയാ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം മതി. അവ എന്താന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തു കണ്ടല്ലോ നമ്മള്. ഒരു ഇംഗ്ലൈൻഡ് സർഫസ് ആണ്. ഇത് ഇംഗ്ലൈൻഡ് സർഫസ് ആണ്. അവിടെ ഒരു ബോഡി വെച്ചിട്ടുണ്ട് അല്ലെ. ആ ബോഡി എന്ത് ചെയ്യുക, ഇംഗ്ലൈൻഡ് ബേസിൽ എന്ത് ചെയ്യുക, ആ സർഫസിലൂടെ എങ്ങനെ ഒരു സീറ്റാണ് നീങ്ങുന്നത് അല്ലെ. ഒരു സീറ്റാണ് എന്ത് ചെയ്യുക, താഴോട്ട് പതിക്കുക. അങ്ങനെയുള്ള മോഷനാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ലേഷൻ മോഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ മോഷൻ? അതായത് നിരങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക, അത് താഴോട്ട് വരുന്നത്. ആ ടൈപ്പ് ഓഫ് മോഷൻ എന്താ പറയാ, ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ റൊട്ടേഷൻ മോഷൻ എന്താ അറിയാലോ. റൊട്ടേഷൻ മോഷൻ ഇതാണ് ബോഡി, ഇതാണ് ഇംഗ്ലൈൻഡ് പ്ലെയിൻ. ഇംഗ്ലൈൻഡ് പ്ലെയിൻ, ഒരു ഇംഗ്ലൈൻഡ് പ്ലെയിൻ എടുക്കുക. അപ്പൊ ഒരു ബോഡി എന്ത് ചെയ്യുക, നിരങ്ങിയിട്ടാണ് താഴോട്ട് വരുന്നത്. അങ്ങനെ മോഷനാണ് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാലോ, അവിടെ ഒരു ഇപ്പൊ സപ്പോസ് ഈ ഒരു ബോഡി ഉണ്ട്. അപ്പൊ ഒരു ബോഡിയുടെ ആ ബോഡി ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ആസ്പദമാക്കി ആ ബോഡി എന്ത് ചെയ്യുക, അപ്പൊ സപ്പോസ് ഒരു റൊട്ടേഷൻ മോഷനിൽ ഒരു ബോഡി എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക അല്ലെ. ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ആസ്പദമാക്കി എന്ത് ചെയ്യുക, റൊട്ടേഷൻ മോഷനിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ മോഷനെ റൊട്ടേഷൻ മോഷൻ എന്ന് പറയും. ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് റോളിംഗ് മോഷൻ ആണ്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ 2 മോഷൻ ഉണ്ടല്ലോ, ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇവ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഇതാണ്
റോളിംഗ് മോഷൻ എന്ന് പറയാം. എന്താണ് റോളിംഗ് മോഷൻ? ഇതാണ് റോളിംഗ് മോഷൻ. നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ലേഷൻ മോഷൻ, പിന്നെ റൊട്ടേഷൻ മോഷൻ, ഇത് രണ്ടും പറഞ്ഞു. ഇനി റോളിംഗ് മോഷൻ, അതായത് ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനും ഒരു പ്രോസസ്സിൽ തന്നെ നടക്കുന്നതിനാണെന്ന് പറയാം റോളിംഗ് മോഷൻ എന്ന് പറയാം. സപ്പോസ് ഇവിടെ ഒരു ഇംഗ്ലണ്ട് പ്ലെയിൻ ഉണ്ടല്ലോ, കണ്ടല്ലോ. ഈ ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഒരു റെഡ് കളറിൽ കണ്ടില്ലേ ഒരു ബോളാണ്. ആ ബോൾ താഴോട്ട് വരികയാണ്. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ ട്രാൻസ്ലേഷനെ കാണിച്ചിരിക്കുന്നത്. ഈ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മോഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നേരെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് അല്ലേ. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, ഒരു സെന്ററിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും അത് നേരെ ആ പോയിന്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ. പക്ഷെ റൊട്ടേഷൻ മോഷൻ എന്ത് ചെയ്യുക, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൊട്ടേഷൻ മോഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. ആ ടൈപ്പ് ഓഫ് കാര്യത്തിനാണ് പറയാം റോളിംഗ് മോഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പല കേസിലും നമ്മൾ സെന്റർ ഓഫ് മാസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അറിയണം. ഓക്കെ, അപ്പോ സെന്റർ ഓഫ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പൊ സപ്പോസ് ഒരു ബോഡി എടുക്കാം, ഒരു ബോഡി ഇപ്പൊ നമുക്കിവിടെ വരയ്ക്കാം കേട്ടോ, വരയ്ക്കാം. സപ്പോസ് ഒരു ബോഡി കൺസിഡർ ചെയ്യാം, ഒരു ബോഡി കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതായത് ഒരു ബോഡിയുടെ എൻറ്റയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അതായത് നമുക്ക് ഇപ്പൊ ഈ സെന്റർ ഓഫ് മാസ് യൂസ് ചെയ്യുന്ന ഈ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പൊ രണ്ട് ബോഡി എടുക്കുക. ഇപ്പൊ രണ്ട് ബോഡിന്റെ സെന്റർ ഓഫ് മാസ് കാണുമെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സപ്പോസ് ഒരു വലിയ ബോഡി ആയിരിക്കും, ഇത് ചെറിയ ബോഡി ആയിരിക്കും. അപ്പൊ രണ്ട് ബോഡീന്റെ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് എവിടെയാണ് നമുക്ക് കാണണം. അങ്ങനെയുള്ള കേസിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്താണെന്ന് പറയല്ലേ, ദ സെന്റർ ഓഫ് മാസ് ഓഫ് ബോഡി ഇസ് ദ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് ദ ഒബ്ജക്ട് ക്യാൻ ബി കൺസിഡർഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അത് എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. പിന്നെ ഈ നമുക്ക് സെന്റർ ഓഫ് മാസിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് സിംപ്ലി ഇറ്റ് ആൻഡ് ബാലൻസിങ് പോയിന്റ് ഓഫ് ഒബ്ജക്ട്. ഒരു പോയിന്റിന്റെ ബാലൻസിങ് പോയിന്റ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബാർ ഉണ്ട്. അപ്പൊ ബാറിൽ രണ്ട് ഒബ്ജക്റ്റ് തൂക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റ് വലിയ ബോഡിയാണ്, ലാർജർ മാസ് ആണ് M1. സെക്കൻഡ് പറഞ്ഞാല് ലാർജർ മാസ് സ്മോളർ മാസ് M2. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ ഭാരം ഏത് ഭാഗത്താണോ കൂടുതൽ ആ ഭാഗത്തേക്ക് ചെയ്യുക, അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇതിന്റെ സെന്റർ ഓഫ് മാസ് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരും. സെന്ററിലേക്കല്ല. അപ്പം ഭാരം എവിടെയാണ് കൂടുതൽ അവിടേക്കാണ് എന്ത് ചെയ്യുക, ആ ബോഡിയുടെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ എൻറ്റയർ മാസ് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇതിനാണ് എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പം പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഈ കാര്യമാണെങ്കിൽ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്ത എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ രണ്ട് മാസസ് ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് മാസസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കാണണം അല്ലെ, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാസിനെ M1 എന്നും സെക്കൻഡ് മാസിനെ M2 എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ എടുക്കാം. അതെ, M1 എന്ന് പറയുന്ന ഇവിടെ മാസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. M1 M2 ആണ് സെക്കൻഡ് മാസ്. ഇവിടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്റർ ഓഫ് മാസിനാണ് COM എഴുതിയത്, COM. അപ്പൊ ആ രണ്ട് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്, സെന്റർ ഓഫ് മാസിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് മാസ് എടുത്തിട്ടുണ്ട്. അത് X ആക്സിസിലാണ് മാസസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് Y കോർഡിനേറ്റ്സ് ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. ഈ 0 എന്ന പോയിന്റിന് അതായത് ഗ്രാഫിന്റെ അല്ലെങ്കിൽ X ആക്സിസ് ഗ്രാഫിന്റെ സെന്ററിൽ നിന്നിട്ടും M1 എന്നുള്ള ബദിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറയാം. എന്താണ് H1? M1 മാസിലേക്കുള്ള ഡിസ്റ്റൻസ് H1. അതേമാതിരി M2 മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് S2. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിനാണ് നമ്മൾ HCM എന്ന് പറയാം. എന്താണ്? അതായത് 0 എന്ന അതായത് ഒറിജിനിൽ നിന്നിട്ട് സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് HCM എഴുതും. അപ്പോ സെന്റർ ഓഫ് മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് HCM എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇത് ഡയഗ്രാം ആദ്യം വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് മൊമെന്റ് എന്ന് പറയാം. എന്താണ് മൊമെന്റ്? മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്ത് ചെയ്യുക, മൊമെന്റ് എന്ന് പറയാം. അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ മൊമെന്റ് എന്ന് പറയുന്നത് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അതിനാണ് എന്ത് ചെയ്യുക, മൊമെന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാണ് ഫോഴ്സ് ഇൻറ്റു ലെങ്ത്. ഫോഴ്സ് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നതാണ് എന്ത് ചെയ്യുക, മൊമെന്റ് ഓഫ് ഫോഴ്സ് പറയാം. എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? മൊമെന്റ് ഓഫ് ഫോഴ്സ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് M1 എന്ന് പറഞ്ഞത്, മാസ് മൊമെന്റ് ഓഫ് M1 എന്ന് പറഞ്ഞത്, അത് M1 എന്നുള്ള മാസിന്റെ മാസ് മൊമെന്റ് കാണാൻ വേണ്ടിയിട്ട് M1 മാസിനെ ഞാൻ അതിന് എന്ത് ചെയ്യാം, M1 എന്ന് പറഞ്ഞൊരു മാസമല്ല, ഈ മാസ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 0 മുതൽ M1 മാസ് വരെയുള്ള ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മാസ് മൊമെന്റ് ഓഫ് M1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ, M1 ഇൻറ്റു H1. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് M2 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ M2 മാസിനെ S2 എന്നുള്ള അതിന്റെ ഡിസ്റ്റൻസ്, അതായത് ഒറിജിന് S2 ലേക്കുള്ള M2 മാസിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം M2 ഇൻറ്റു S2. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കാണണം, ടോട്ടൽ മാസ് മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഈ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ മാസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ കാണാം? ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. അപ്പൊ എന്താണ്, M1 H1 പ്ലസ് M2 S2. അപ്പൊ ഈ രണ്ട് മാസം കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ മാസ് മൊമെന്റ് കിട്ടി അല്ലേ? M1 മാസിന്റെയും M2 മാസിന്റെയും മാസ് മൊമെന്റ് കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ മാസ് മൊമെന്റ് ഓഫ് M1 ആൻഡ് M2 കിട്ടി, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മാസ് മൊമെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസിന്റെ മാസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പറയാം, ഈ നമുക്ക് കിട്ടിയ മാസിനെ, ഇവിടെ മാസ് അല്ലേ, അപ്പൊ ഈ മാസിന് എന്ത് ചെയ്യാം, ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ് എന്ന് പറഞ്ഞതാ, രണ്ട് മാസ് ഉണ്ട് അല്ലേ? അപ്പൊ അവ ഏതൊക്കെയാണ്? M1 പ്ലസ് M2 അല്ലേ മാസ്. ഓക്കെ, ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാല് സെന്റർ ഓഫ് മാസിന്റെ അല്ലേ മാസ് മൊമെന്റ്. അപ്പൊ എന്ത് ചെയ്യാം, സെന്റർ ഓഫ് മാസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം HCM. ക്ലിയർ ആണല്ലോ? അപ്പോ എന്തൊക്കെ കിട്ടി? ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്യാം. നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? M1 H1 പ്ലസ് M2 S2 ഈക്വൽ ടു. ക്ലിയർ ആണല്ലോ? എന്താ, M1 പ്ലസ് M2 ഇൻറ്റു HCM. ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, HCM കാണാം. സെന്റർ ഓഫ് മാസിന്റെ കാണുമ്പോൾ HCM ഈക്വൽ ടു അങ്ങനെ ഇതാ, M1 H1 പ്ലസ് M2 S2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കണ്ടത്? പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? അപ്പോ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തരികയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. അപ്പൊ സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? HCM എന്ന് പറയുമ്പോൾ HCM എന്ന് പറയുന്നത് M1 H1 പ്ലസ് M2 S2. ഇതിപ്പോ നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് ആണ് എടുത്തത്. ഇപ്പൊ എന്ത് ചെയ്യാ, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, M1 H1 പ്ലസ് M2 S2 പ്ലസ് എക്സെട്ര പ്ലസ് Mn Hn ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര പ്ലസ് Mn അങ്ങനെ എഴുതണം. അപ്പൊ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ രണ്ട് പാർട്ടിക്കിൾസ് ആണ് ഇങ്ങനെ എടുത്തത്. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇത് നമുക്ക് പല സ്ഥലത്തും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഇപ്പോ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പം ഇത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പോവാം. ഒരു ടിൻ റോഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ടിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്, അതായത് ഡിറ്റർമിനിങ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ തിൻ റോഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു എക്സാസിസ് ഉണ്ട്. ഈ എക്സാസിസിൽ ഒരു റോഡ് വെച്ചിട്ടുണ്ട്, അതായത് ഒരു റോഡിന്റെ കഷ്ണം. അപ്പോ അതുപോലെ തന്നെ നമ്മൾ Y ആക്സിസിൽ
വൈ ആക്സിസ് നമ്മൾ വരച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഇത് റോഡ് ഉണ്ടല്ലോ. അപ്പൊ ആ റോഡിന് ഒരു ഗിവൺ മാസ് ഉണ്ട്. അതാണ് ടോട്ടൽ മാസ് എം എന്ന് പറയുന്നത്. എന്താണ്? ഇതാണ് ടോട്ടൽ മാസ് എം എന്ന് പറഞ്ഞാല്. ക്ലിയർ ഉള്ള റോഡിന്റെ മാസാണ്, ടോട്ടൽ മാസാണ് ക്യാപിറ്റൽ എം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റോഡിന് ചെറിയൊരു കഷ്ണം എടുക്കുകയാണ്. ആ കഷ്ണം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാസ് എന്ന് പറഞ്ഞാല് ഡി എം എന്നാണ് ഇവിടെ കൊടുത്തത്. ഡി എം സ്മോൾ മാസിനാണ് ഡി എം എന്ന് പറയുന്നത്. ക്ലിയർ ഉള്ള ഡി എം എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ സ്മോൾ പോർഷൻ. ആ സ്മോൾ പോർഷൻ തിക്നെസ്സിനാണ് ഡി എം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 0 മുതൽ L വരെയാണ് അതിന്റെ ഡിസ്റ്റൻസ്. അതിന്റെ ലെങ്ത് പറഞ്ഞാൽ 0 മുതൽ L വരെ. അതായത് ഗ്രാഫിന് സെൻട്രലിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ L വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിനുള്ളത്. അതാണ് ഇവിടെ ലെങ്ത് എന്ന് കൊടുത്തത്. ഇവിടെ ക്ലിയർ കൊടുത്തിട്ടുണ്ടല്ലോ L. പിന്നെ ഡി എച്ച് എന്ന് പറഞ്ഞാല് സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഇവിടെയുള്ള സ്മോൾ ഡിസ്റ്റൻസിനാണ് ഡി എച്ച് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരയ്ക്കേണ്ടത്. അപ്പൊ ഒരു സെന്റർ ഓഫ് മാസ്, ഒരു തിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് കാണാൻ വേണ്ടി അതിനെ സ്മോൾ പോർഷൻ ആക്കി മാറ്റി. അപ്പൊ മാസ് ഇവിടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. ടോട്ടൽ മാസ് എം ആണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, അപ്പം ഒന്നും കൂടി ഇവിടെ ഇതാ, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ, മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് എന്ന് എത്ര? ടോട്ടൽ മാസ് ഓഫ് ദ റോഡ്. അപ്പൊ റോഡിന്റെ ടോട്ടൽ മാസ് എത്ര? ക്യാപിറ്റൽ എം അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണെന്ന് നോക്കാം. എന്താണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്? അതായത് യൂണിറ്റ് ലെങ്തില് ആണ് എത്ര ആണ് ആ റോഡിന്റെ മാസ് എന്ന്. അതായത് യൂണിറ്റ് ലെങ്തിൽ ആ റോഡിന് മാസ് എത്ര ആണെന്നാണ് നോക്കുന്നത്. അതിനാണ് എന്ത് ചെയ്യാ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പം മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താ, ക്യാപിറ്റൽ എം ആണ് മാസ്. അതായത് ഇങ്ങനെ പറയാം, ഒരു മിനിറ്റ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഇങ്ങനെ ചെയ്താ കേട്ടോ, ടോട്ടൽ മാസ്. എന്താണ്? ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്. അപ്പൊ ടോട്ടൽ മാസ് പെർ ടോട്ടൽ ലെങ്ത്, അതിനെന്താ ചെയ്യാ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ഇവിടെ നമ്മൾ ടോട്ടൽ മാസിനെ ഈക്വൽ ടു ക്യാപിറ്റൽ എം ബൈ സ്മോൾ എൽ അല്ലെ, ക്യാപിറ്റൽ എം ബൈ സ്മോൾ എൽ എന്ന് കൊടുക്കാം ടോട്ടൽ ലെങ്തിന്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ അടുത്ത പേജിൽ ചെയ്താ ബാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ശ്രദ്ധിക്കുക. ചെറിയ എം എന്ന് പറഞ്ഞത് ടോട്ടൽ മാസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ടോട്ടൽ ലെങ്ത്തും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് ആൻഡ് എൽ ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റോഡിന് ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യാ? എൽ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു, അതേപോലെ തന്നെ നമുക്ക് ചെയ്തല്ലോ ഡി എം എന്താ പറയാ? അതായത് ഡി എം സ്മോൾ മാസിന് എന്താ പറയാ? ഡി എം എന്നല്ല പറയാ, ഡി എം ബൈ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡി എച്ച് എന്നല്ല പറഞ്ഞത്. ഇവിടെ ഡി എച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡി എച്ച് എന്ന് പറഞ്ഞാല് ഡി എച്ച് പറഞ്ഞാൽ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യാം? നമ്മള് ഡിസ്റ്റൻസ് എഴുതി, ഡി എച്ച് എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതിന് ചെറിയ മാസ് കാണാണ്. അതായത് ചെറിയ മാസ് കാണാം. ആ ഒരു ചെറിയ പീസിന് കഷ്ണത്തിന്റെ മാസ് കാണാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി എം എടുത്താൽ പറയാം. ഡി എം ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? എം ബൈ എൽ ഇൻറ്റു ഡി എച്ച് എഴുതിക്കൂടെ? എം ബൈ എൽ ഇൻറ്റു ഡി എച്ച് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെന്റർ ഓഫ് മാസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇന്റഗ്രേഷൻ മെത്തേഡ് ഉണ്ട്. എന്താണ്? ഒരു ഇന്റഗ്രേഷൻ മെത്തേഡ് ഉണ്ട്. ആ ഫോർമുല ഞാൻ ഇവിടേക്ക് എടുത്തെഴുതണം. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഒരു ഫോർമുല ആണ് ഇന്റഗ്രൽ എച്ച് ഡി എം ബൈ ഇന്റഗ്രൽ ഡി എം. എന്താണ്? ഇന്റഗ്രൽ എച്ച് ഡി എം ബൈ ഡി എം. അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കാം. ഈ ഒരു ഫോർമുല ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ അടുത്തത് പറയുമ്പോൾ ഈ ഒരു കിട്ടിയ ക്വാണ്ടിറ്റിയെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ റോഡ് ഉണ്ടല്ലേ. ആ റോഡിന്റെ ലെങ്ത് എത്ര പറഞ്ഞ? 0 മുതൽ L വരെ അല്ലേ?
അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും 0 മുതൽ L വരെയാണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി, അത് കാണാമെന്നല്ല അതിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 0 മുതൽ L വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മുതൽ L വരെ നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ഇന്റഗ്രേഷനിലേക്ക് ഇട്ട് കൊടുക്കാലോ. അവിടെ എന്ത് ചെയ്താ, ഇന്റഗ്രൽ 0 to L h അങ്ങനെ തന്നെ എഴുതി dmന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഇതില്ലേ കൊടുത്തില്ലേ, അത് അപ്ലൈ ചെയ്യാം. എന്താ m/L into dx ഡിവൈഡർ ബൈ ഇന്റഗ്രൽ 0 to L dm അല്ലേ, dm എന്ന് പറഞ്ഞാൽ m/L into dx. ക്ലിയർ ആണല്ലോ. ഇപ്പോ ഇന്റഗ്രേഷനിൽ രണ്ട് ക്വാണ്ടിറ്റി ഇല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, മാസ് ആയാലും ലെങ്ത് ആയാലും ആ റോഡിന്റെ മാസും അതിന്റെ ലെങ്ത്തും എന്ത് ചെയ്യുക, യാതൊരു വിധ ചേഞ്ച് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ m/L into ഇന്റഗ്രൽ 0 to L h dx എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഞാൻ ഇതിന് ഇവിടേക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിവൈഡർ ബൈ m/L into ഇന്റഗ്രൽ 0 to L dx. അപ്പോ നമുക്കറിയാം ഇവിടെ മേലും m/L ഉണ്ട്, താഴെ m/L ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കട്ട് ചെയ്ത് പോവാം. ഈ m/L ഈ m/L നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള എന്താ ഉണ്ടാവുക, അപ്പൊ ബാക്കിയുള്ള എങ്ങനെ ചെയ്താ, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L dx. അപ്പോ ഇന്റഗ്രൽ 0 to h dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ h dx എന്ന് പറഞ്ഞാൽ h²/2 എന്നാണ്. അപ്പൊ h²/2. അപ്പൊ ഇങ്ങനെ എഴുതാം, h²/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to L ഡിവൈഡർ ബൈ ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, h എന്നാണ്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ h വിത്തിൻ ദ ലിമിറ്റ് 0 to L വരെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇന്റഗ്രേഷനിലെ ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പൊ h²/2 എന്നുള്ളതിലേക്ക് എക്സിന്റെ സ്ഥാനത്തേക്ക് L കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ കിട്ടുക L²/2 മൈനസ് 0. അപ്പൊ 0/2 എന്ന് പറഞ്ഞാൽ മൈനസ് 0 ആവും. കാരണം എന്താ, 0 എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ അവിടെ 0 ആയിപ്പോവും. ബൈ ഇവിടെ എന്താ കിട്ടുക, L-0. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാലോ, L²/2 ഡിവൈഡർ ബൈ L എഴുതി കൂടെ, L²/2 ഡിവൈഡർ ബൈ L. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടെ അടുത്തത് ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതി കൂടെ L²/2 ഈ താഴെ L-നെ മേലോട്ട് കൊണ്ടുവരും അല്ലെ, L²/L into 2L എഴുതാം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ 2 L ഉണ്ട്, അതിന് ഒരു സ്ക്വയർ, രണ്ടും വെട്ടിപ്പോവാ, ഒരു സ്ക്വയറും. അപ്പം ഇതും വെട്ടിപ്പോയി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കിട്ടുക, L/2. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താ കിട്ടിയത്, L/2. അതായത് നമ്മൾ എന്താ പറയുക, ഒരു റോഡിന്റെ സപ്പോസ് നമ്മളിപ്പോ ഇന്ന് കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് പറയാം. ഇതാണ് റോഡെങ്കിൽ, ഇതാണ് റോഡ് എന്നുള്ളതെങ്കിൽ നമുക്കറിയാം ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതൊരു യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി എന്ന് പറഞ്ഞ ആണെങ്കിൽ, അതായത് യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി എന്നാല് ആ ബോഡിയിൽ എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുക, മാസ് ഒരേപോലെ എന്ത് ചെയ്യുക ഉള്ളത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണേ. ഒരു ബോഡിയുടെ എല്ലാ ഭാഗത്തും ഒരേമാതിരി മാസ് എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബോഡീസിനെ പറയുകയാണ് യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി എന്ന് പറയാം. അങ്ങനെയുള്ള ബോഡി ആണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇതൊരു ഉണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയും, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രലായിരിക്കും. ക്ലിയർ ആണല്ലോ. അതായത് 0 മുതൽ L വരെയാണ് ഈ ബോഡിയുടെ ലെങ്ത് എങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന സെന്റർ ഓഫ് മാസ്. അപ്പൊ ലെങ്ത്തിന്റെ പകുതി പറയുമ്പോൾ എന്താ, L/2. അപ്പൊ L/2 ആണ് ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ബോഡിന്റെയും സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതെന്താണെന്നൊന്ന് പറയാം. ആ ഡെഫിനിഷൻ ആദ്യം നമുക്ക് പോകാം. ദ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്
refers to how the average position of the masses of the system moves over a time. ശരിക്കും എന്താ വെച്ചാല് ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പൊ സമയത്തിനനുസരിച്ച് സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ്, അതായത് ഇപ്പൊ സമയത്തിനനുസരിച്ച് സെന്റർ ഓഫ് മാസിന്റെ മോഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സമയം മാറുന്നതനുസരിച്ച് സെന്റർ ഓഫ് മാസ് ഏത് ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു വെയിറ്റുള്ള ബോഡിയും ഒരു വെയിറ്റ് കുറഞ്ഞ ബോഡിയും ഉണ്ട്. അപ്പൊ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ബോഡിക്ക് ഉണ്ടാവും. അതായത് ഈ സെന്റർ ഓഫ് മാസ് എപ്പോഴും ശ്രദ്ധിക്കുക, ഭാരം എവിടെയാണോ കൂടുതൽ അവിടേക്ക് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ രണ്ട് ബോഡിക്കും രണ്ടും ഈക്വൽ മാസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് അതിന്റെ സെൻട്രലായിട്ട് ഉണ്ടാവുക. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാല് അതായത് എങ്ങോട്ടാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് അതാണ് പറയാൻ പോകുന്നത്. അതായത് ഏത് ഭാഗത്തേക്കാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാല് നമ്മള് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. എവിടേക്കാണോ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഭാരമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെന്റർ ഓഫ് മാസ് നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. HCM = M1 + M2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ഡിവൈഡ് ബൈ M1 + M2 അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം സെന്റർ ഓഫ് മാസിനെ നമ്മൾ സെന്റർ ഓഫ് മാസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ HCM എന്ന് പറയുന്നത് ഒരു വെക്റ്റർ, അതായത് സെന്റർ ഓഫ് മാസ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അങ്ങനെ HCM = M1 H1 plus M2 H2 plus etc plus Mn Hn ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതൊക്കെ H1 എന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിവൈഡർ ബൈ ടോട്ടൽ മാസ് M1 plus M2 plus etc plus Mn. ഇത്ര എഴുതാലോ. ഇനി നമ്മൾ എഴുതാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ഈ M1 M2 എക്സെട്രാ ടു Mn അതിന് നമുക്ക് എന്ത് ചെയ്യാം, അത് തന്നെ ടോട്ടൽ മാസ് M ആണെങ്കിൽ ഇൻഡിവിജ്വൽ മാസ് ആണ് M1 + M2 + എക്സെട്രാ ടു Mn വരെ. അങ്ങനെ നമ്മൾ ഈ ടോട്ടൽ ഇൻഡിവിജ്വൽ മാസ് നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ. HCM = എങ്ങനെ എഴുതാം, M1 H1 plus M2 H2 plus etc plus Mn Hn divided by total mass capital M into Cm. ക്ലിയർ ആണല്ലോ. സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസിന്റെ സെന്റർ ഓഫ് മാസ് ഓഫ് ടോട്ടൽ മാസ് അല്ലെ, അതാണ് MCM. ക്യാപിറ്റൽ M താഴെ CM. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ MCMനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് ചെയ്യാം, MCM × HCM = M1 H1 plus M2 H2 plus etc plus Mn Hn. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് ഈ കിട്ടിയ ക്വാണ്ടിറ്റിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താണ് ഈ കിട്ടിയ ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്താ അർത്ഥം എഴുതാൻ പോണത്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഇതിൽ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പേജിൽ എഴുതാം. ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ആ ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് എഴുതാം. MCM × DHCM/dt. MCM × DHCM/dt = അടുത്തത് എങ്ങനെ എഴുതാൻ പറ്റും, M1 dH1/dt plus M2 dH2/dt plus etc plus Mn dHn/dt. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി.
അപ്പൊ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കറിയാം അത് എച്ച് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് അല്ലെ. എച്ച് ഞാൻ പറഞ്ഞല്ലോ, എച്ച് ഡി എച്ച് അല്ലെങ്കിൽ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്നതാണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്നത് എന്ത് ചെയ്യാം, വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ഡി എച്ച് ബൈ ഡി ടിനെ നമ്മൾ എന്ത് ചെയ്യാം, വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതാം, എം സി എം ഇൻറ്റു വി സി എം, ക്ലിയർ ആണല്ലോ, m1 into v1 plus m2 into v2 plus etc plus mn into vn. ഇതും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റ് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. എന്താണ് മൊമെന്റം, പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പൊ അത് എല്ലാ സമയത്തും മാസ് ഇൻറ്റു വെലോസിറ്റി ആ രീതിയിലാണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് ആ രീതിയിലേക്ക് റെപ്രസെന്റ് ചെയ്യാമല്ലോ. അപ്പം പി സി എം ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര പ്ലസ് Pn എഴുതിക്കൂടെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പം കിട്ടിയ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റം കിട്ടി അവിടുന്ന്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ പഠിച്ചൊരു ഇക്വേഷന്റെ ഇപ്പോ നമുക്ക് കിട്ടിയത് മൊമെന്റ് ആണ്. ഇപ്പോ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ എ. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോണത് നേരത്തെ കിട്ടിയ ഇക്വേഷൻ നമ്പർ എ, ആ ഇക്വേഷൻ നമ്പറിനെ എനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. അപ്പൊ ടൈമിൽ ആ എ എന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ നേരത്തെ മാതിരി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ കിട്ടുക, ഓക്കെ, അപ്പം എം സി എം, ഒരു മിനിറ്റ്, എം സി എം ഡി വി സി എം ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് വി സി എം ഈക്വൽ ടു എന്ത് ചെയ്താ M1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V1 പ്ലസ് എക്സെട്ര പ്ലസ് Mn ഇൻറ്റു ഡി V2 ഡിവൈഡഡ് ബൈ ഡി ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെ പറയുന്നത് എന്ത് ചെയ്യാ, ആക്സിലറേഷൻ എന്ന് പറയാം. എന്താണ് ആക്സിലറേഷൻ? അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെ എഴുതിക്കൂടെ, എം സി എം ഇൻറ്റു എ സി എം equal to m1 a1 plus etc plus mn an. ആണല്ലോ, അങ്ങനെ എഴുതാം. ശരി, നമുക്ക് അറിയാം F is equal to ma എന്ന്. എന്താണ് F is equal to ma എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് ma എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളത്, ഫോർമാറ്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫോഴ്സിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തൂടെ. അതെങ്ങനെ നോക്കാം. അങ്ങനെയാണെങ്കിൽ FCM ഈക്വൽ ടു F1, അത് ബെറ്റർ ആണ്, F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര പ്ലസ് Fn ഇത് കൂടെ ആണല്ലോ. FCM is equal to F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര ടു Fn എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, അതായത് സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫോഴ്സിലെ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര ടു Fn എന്നുള്ളൊരു ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, അപ്പോ ഇത് നിന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്, അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. അതായത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പം പറഞ്ഞത്. അത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റത്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സെന്റർ ഓഫ് ഒരു ബോഡി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് എവിടെയാണോ കൊടുക്കുന്നത് കൂടുതൽ, അതായത് അവിടേക്ക് എന്ത് ചെയ്യാൻ സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യാം. അത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എവിടേക്കാണോ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യാം, സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാലോ, FCM എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാം,
അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ, എഫ് എക്സ്റ്റേണൽ എഴുതാൻ പറ്റും. എവിടെയാണോ ഞാൻ സെന്റർ ഓഫ് മാസിന് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, അതായത് എക്സ്റ്റേണൽ ഫോഴ്സും കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, സെന്റർ ഓഫ് മാസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിപ്പം പറഞ്ഞത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞത്. എവിടെയാണോ ഫോഴ്സ് കൂടുതൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത്, അതായത് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ് കാണും. അതുവരെ ഗുഡ് ബൈ.